കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കുറി പദ്ധതികളിലൊന്നായ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഈ വർഷത്തെ വിൽപ്പനയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. വിൽപ്പന ആരംഭിച്ച ആദ്യ ദിവസമായ ജൂലൈ 20-ന് 8,72,540 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞതായി ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ആദ്യ ദിനത്തിൽ വിറ്റുപോയത് 3,17,850 ടിക്കറ്റുകൾ മാത്രമായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആദ്യ ദിനം മാത്രം 5,54,690 ടിക്കറ്റുകളുടെ അധിക വിൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ തിരുവോണം ബമ്പറിനുള്ള വിശ്വാസവും ആവേശവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് വിലയിരുത്തുന്നത്. വിൽപ്പനയുടെ ആദ്യഘട്ടത്തിൽ 20 ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് വിപണിയിലെത്തിച്ചിട്ടുള്ളത്. എന്നാൽ സംസ്ഥാനത്തുടനീളമുള്ള ആവശ്യകത കണക്കിലെടുത്ത് 90 ലക്ഷം ടിക്കറ്റുകൾ വരെ ഏജന്റുമാർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി കൂടുതൽ ടിക്കറ്റുകൾ പുറത്തിറക്കുമെന്നും ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അംഗീകൃത ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ശൃംഖല വഴിയാണ് ടിക്കറ്റുകളുടെ വിതരണം നടക്കുന്നത്. തിരുവോണം ബമ്പറിന് ലഭിച്ച ഈ മികച്ച പ്രതികരണത്തിന് പിന്നിൽ ജനങ്ങൾ ഭാഗ്യക്കുറി വകുപ്പിനോടുള്ള ദീർഘകാല വിശ്വാസവും സമ്മാന വിതരണത്തിലെ സുതാര്യതയും പ്രധാന കാരണങ്ങളാണെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS വ്യക്തമാക്കി. സംസ്ഥാനത്തുടനീളമുള്ള അംഗീകൃത ഏജന്റുമാരും വിൽപ്പനക്കാരും നടത്തിയ സജീവമായ പ്രചരണവും കാര്യക്ഷമമായ വിതരണ സംവിധാനവും ആദ്യദിന വിൽപ്പന കുതിച്ചുയരാൻ സഹായിച്ചതായും അവർ പറഞ്ഞു. പൊതുജനങ്ങൾ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ അംഗീകൃത ഏജന്റുമാരിൽ നിന്നോ അംഗീകൃത വിൽപ്പനക്കാരിൽ നിന്നോ മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്നും ടിക്കറ്റിലെ സുരക്ഷാ സവിശേഷതകൾ, പ്രത്യേക സുരക്ഷാ അടയാളങ്ങൾ, QR കോഡ് എന്നിവ പരിശോധിച്ച് ടിക്കറ്റ് യഥാർത്ഥമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി. വ്യാജ ടിക്കറ്റുകളെ കുറിച്ചുള്ള ആശങ്കകൾ ഒഴിവാക്കുന്നതിനും സമ്മാനത്തിന് അർഹത ഉറപ്പാക്കുന്നതിനും ഈ മുൻകരുതലുകൾ നിർണായകമാകുമെന്നും വകുപ്പ് ഓർമ്മിപ്പിച്ചു. ഇത്തവണത്തെ തിരുവോണം ബമ്പറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാം സമ്മാനം 30 കോടി രൂപയായി ഉയർത്തിയതാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ സമ്മാന ഘടനകളിലൊന്നാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. ഇതിലൂടെ മാത്രം 20 പേർ കോടീശ്വരന്മാരാകും. അതേസമയം ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റ ഏജന്റിന് 3 കോടി രൂപയുടെ ഏജൻസി കമ്മീഷൻ സമ്മാനവും ലഭിക്കും. ഇതുവഴി ഏജന്റുമാർക്കും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. തിരുവോണം ബമ്പറിലൂടെ ആകെ 22 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനാകുന്ന തരത്തിലാണ് ഇത്തവണ സമ്മാന ഘടനകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൂന്നാം സമ്മാനമായി 25 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 10 പേർക്കും ലഭിക്കും. ഇതിനു പുറമെ 500 രൂപ മുതൽ 5000 രൂപ വരെ വില വരുന്ന ലക്ഷക്കണക്കിന് സമ്മാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സമ്മാനങ്ങൾക്കൊപ്പം ചെറു സമ്മാനങ്ങൾക്കും വമ്പിച്ച അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവോണം ബമ്പർ ടിക്കറ്റിന്റെ വില 500 രൂപയാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾക്കിടയിലും ഈ ഭാഗ്യക്കുറിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത്. എല്ലാ വർഷവും ഓണക്കാലത്തെ ഏറ്റവും വലിയ ഭാഗ്യപരീക്ഷണമായാണ് തിരുവോണം ബമ്പർ കണക്കാക്കപ്പെടുന്നത്. ഈ വർഷത്തെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26-നാണ് നടക്കുക. കഴിഞ്ഞ വർഷത്തെ തിരുവോണം ബമ്പറിലൂടെ 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ആലപ്പുഴ ജില്ലയിലെ തുറവൂർ സ്വദേശിയായ ശരത് S. നായർക്കായിരുന്നു ലഭിച്ചത്. നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സിൽ ജീവനക്കാരനായിരുന്ന ശരത്തിന്റെ ജീവിതം ഒരു ടിക്കറ്റിലൂടെ തന്നെ മാറിമറിഞ്ഞത് സംസ്ഥാനത്ത് വലിയ വാർത്തയായി മാറിയിരുന്നു. ഇത്തവണ സമ്മാനത്തുക 30 കോടി രൂപയായി ഉയർന്നതോടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തവും വിൽപ്പനയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.